മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയ്ക്കാണെങ്കിൽ ബബിത കഞ്ഞി ഒരുക്കൊടുക്കുവാണ്. അപ്പം അലീന അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കുസൃതികൾ കാണിക്കുകയാണ്. ബബിതയുടെ മുഖത്ത് പിച്ചുകയും ഉമ്മ കൊടുക്കാനൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ബബിത പറയുന്നുണ്ട്, ചുമ്മാ കളിക്കാതെ എനിക്ക് വേറെ പണിയുണ്ട്, പെട്ടെന്ന് കഞ്ഞി കുടിച്ചതെന്ന് പറയുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അങ്ങ് കെട്ടിപ്പിടിക്കണമെന്നുണ്ടെന്ന്. അപ്പം ബബിത പറയാണ്, ചുമ്മാ തമാശ അറിയാതെ പെട്ടെന്ന് കഞ്ഞി കുടിക്ക്, എനിക്ക് പോകണം എന്ന് പറയാണ്. അങ്ങനെ ബബിതയാണെങ്കിൽ കഞ്ഞിയൊക്കെ അലീനയ്ക്ക് കോരി കൊടുക്കുന്നുണ്ട്. അലീനയ്ക്ക് കോരി കൊടുത്തതിന് ശേഷം എല്ലാം തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ബബിത ഒരിക്കലും അലീനയോട് ഇങ്ങനെയൊക്കെ സ്നേഹം കാണിക്കുമെന്ന് അലീന ഒരിക്കലും വിചാരിച്ചില്ല. അതിനുശേഷം അലീനയ്ക്ക് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. മരുന്ന് കൊടുത്തിട്ട് പറയാണ്, നന്നായിട്ട് മരുന്നൊക്കെ കഴിച്ച് ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്ക്, പെട്ടെന്ന് പനി മാറും എന്ന് പറഞ്ഞ് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം കടന്നോളാൻ പറയുകയാണ് അലീനയോട്. ഞാൻ പിടിച്ച് കിടത്തണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, വേണ്ട, ഞാൻ കടന്നോളാം, മോള് പൊക്കോളാൻ പറയുകയാണ്. അങ്ങനെ ബബിതയാണെങ്കിൽ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അലീന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുമ്പം അമ്മയുടെ സ്നേഹവും പ്രതീക്ഷിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു അച്ഛനെ കിട്ടി, ഇപ്പം എൻ്റെ സഹോദരങ്ങളെ കിട്ടിയെന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെ അലീന ഇങ്ങനെ ആലോചിക്കുകയാണ്. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അലീന നല്ല സന്തോഷത്തിലാണ്. അതിനുശേഷം ബബിത നേരെ പോയിട്ട് എല്ലാവരെയും ആഹാരം കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനും രോഹിത്തും കൃഷ്ണമോളും അതേപോലെ ബബിതയും വന്നിരിക്കുകയാണ്. ഇരുന്ന് എല്ലാവരും ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്തു വെക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇന്നും കഞ്ഞിയാണോ എന്ന് ചോദിക്കുകയാണ്. എന്താ, കഞ്ഞി അല്ലാതെ ഈ വീട്ടിൽ വേറെ ഒന്നും ഇല്ലെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അലീനയ്ക്ക് സുഖമില്ലാതായതിനു ശേഷം ഇന്ന് വരെ നന്നായിട്ട് ആഹാരമൊന്നും കഴിച്ചില്ല എന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബബിതയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ബബിത ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണമോളാണെങ്കിൽ ബബിതയുടെ മുഖത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ വിഷമമായോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത പറയാണ്, എനിക്ക് വിഷമമൊന്നും ആയില്ല. എന്താ പിന്നെ മിണ്ടായിരിക്കുന്നത്, പിണങ്ങിയിരിക്കുകയാണോ അച്ഛൻ പറയുന്നത് കേട്ട്? എന്താ അലീന ചേച്ചിക്ക് പഠിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അലീന ചേച്ചിക്കൊന്നും പഠിക്കുകയല്ല, എനിക്കൊന്നും പറയാനില്ലെന്നും പറഞ്ഞ് ബബിത പിണങ്ങിയിരിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയുകയാണ്, ആ എന്നും കഞ്ഞിയാണ് അലീന, സുഖമില്ലാതിന് ശേഷം എന്നും കഞ്ഞിയാണ്, അതുകൊണ്ട് പറഞ്ഞതെന്ന് പറയാണ്. അപ്പോൾ ഉടനെ കൃഷ്ണമോൾ പറയാണ്, അച്ഛാ അങ്ങനെ പറയല്ലേ, ബബിത ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ, അച്ഛൻ അങ്ങനെ പറയല്ലേ എന്ന് പറയാണ്. അപ്പോൾ രോഹിത്തും പറയുന്നുണ്ട്, അത് തന്നെ, അച്ഛൻ എന്താ അങ്ങനെ പറയുന്നത്, ബബിത ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ, അച്ഛൻ അങ്ങനെ കുറ്റം പറയാമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിതയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ബബിത പെട്ടെന്ന് സന്തോഷത്തോടെ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ്, കണ്ട, അച്ഛൻ എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ അച്ഛനെ ശരിയാക്കും, കണ്ടല്ലോ, എനിക്കും ചോദിക്കാനും പറയാനും ആളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കൃഷ്ണമോക്കും അതുപോലെ രോഹിത്തിനും കയ്യിലിങ്ങനെ അടി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ്റെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവർ മൂന്നുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഇങ്ങനെ വേണം മക്കളെ, എന്ത് കാര്യത്തിനും മൂന്ന് പേര് ഒരുമിച്ച് നിൽക്കണം, അത് കാണാൻ അച്ഛൻ ഏറ്റവും ഇഷ്ടമെന്ന് പറയാണ്. ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോക്കും ബബിതയ്ക്കും രോഗത്തിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ നാലുപേരും ഭയങ്കര സന്തോഷത്തോടെ ഓരോരോ കുശലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഞ്ഞി കുടിക്കുകയാണ്. നാലുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയത്ത് അകത്ത് വൈജയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യച്ചിരിക്കുകയാണ്. ബബിത കൊണ്ടുവന്ന ആഹാരവും കഴിക്കാതെ ബബിതയെ ഒട്ടിച്ച് വിട്ട് ബബിതയായിട്ട് വഴക്കിട്ട്, പിന്നെ ബബിതയുടെ മാറ്റവും രോഹിത്തിൻ്റെ മാറ്റവും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ദേഷ്യച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അവളെല്ലാവരെയും വശത്താക്കി, ഇനി ആരുമില്ല ഈ വീട്ടിൽ എൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ, ഇപ്പം എല്ലാവർക്കും അലീന ചേച്ചിയെ മതി, അവളെ മാത്രം മതി, അവളാണെങ്കിൽ അസുഖമെന്നും പറഞ്ഞ് കള്ളത്തരം പിഴഞ്ഞ് അവിടെ കിടക്കുക, അവളെ ശുശ്രൂഷിക്കാൻ എല്ലാവരും ഓടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിങ്ങനെ വായിച്ച് ആലോചിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാണെങ്കിൽ ആ സമയത്ത് അലീനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിച്ച് ചീന്താനുള്ള ദേഷ്യമുണ്ട്. അങ്ങനെ വൈജയാണെങ്കിൽ മുറിയിരുന്ന് ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ പുറത്തെല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്നായി. അപ്പോൾ അലീനയാണെങ്കിൽ ഉറക്കത്തിൽ നിന്നിച്ച് പതുക്കെ കട്ടിലിൽ നിന്നൊക്കെ എണീച്ച് നടക്കാറൊക്കെയായി. പനിച്ച് കുറവൊക്കെ ഉണ്ട്. ആ ഉറക്കത്തിൽ നിന്നിച്ച് പുറത്തേക്ക് വരുമ്പോൾ ജനലിൽ കൂടെ കാണുന്ന കാഴ്ച കൃഷ്ണമോളും ബബിതയും കൂടെ തൂക്കാനായിട്ട് ചൂലുമായിട്ട് മുറ്റത്ത് നിൽക്കുന്നത്. അപ്പോൾ ബബിത കൃഷ്ണമോളടുത്ത് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് തൂക്കണം, പിന്നെ ഞാൻ തൂക്കുന്നവരുടെ അടുത്തോട്ട് നീ തൂത്തോണ്ട് വരല്, നീ ദൂരെ അങ്ങോട്ട് തൂത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓരോ ഓർഡർ കൊടുക്കുവാണ് ബബിത. അപ്പോൾ കൃഷ്ണ പറയാണ്, പിന്നെ ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്, ചേച്ചി പറയുന്നതെല്ലാം ഞാൻ കേൾക്കണമെന്നുണ്ടോ, ഈ ഇടയായിട്ട് ബബിത ചേച്ചിക്ക് ഇച്ചിരി ഓർഡർ അടക്കം കൂടുതല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുകയാണ്. തൂക്കുന്നതിന് വേണ്ടി രണ്ടുപേരും കൂടെ ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട്.
അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ജനലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അലീനയ്ക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്രയും നാൾ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത ബബിത ഇത്രയും മാറ്റം വന്നത് കണ്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഈ സമയത്താണ് മുറിയിലേക്ക് ബാലചന്ദ്രൻ വരുന്നത്. കയ്യിലൊരു കാപ്പിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അലീന ഇങ്ങനെ ജനലിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബബിതയുടെയും കൃഷ്ണമോളുടെയും വഴക്കം കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ വരുന്നത്. ആഹാ, രോഗി എണീച്ച് നടക്കാറായോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ആ, അച്ഛനോ? ആ, ഇപ്പോൾ ഇന്ന് ഇച്ചിരി കുറവുണ്ട് അച്ഛാ, പനി നന്നായിട്ട് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ പതുക്കെ എണീച്ചപ്പോൾ ഞാൻ കണ്ട കാഴ്ച അത് നോക്കിയ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് ബബിതയുടെയും കൃഷ്ണമ്മയുടെയും വഴക്കും രണ്ടുപേരും കൂടെ തൂക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഇത് കാണുമ്പോൾ ബാലചന്ദ്രനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ബാലചന്ദ്രൻ പറയാണ്, ആ, ബബിതയ്ക്ക് നല്ല മാറ്റമുണ്ട് മോളെ എന്ന് പറയുകയാണ്. അപ്പം അലീനയും പറയുന്നുണ്ട്, ആന്ന് വെച്ചാൽ ബബിത ഞാൻ പ്രതീക്ഷയെ പോലല്ല, ബബിതയ്ക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ ആരോടും അത്ര സോഫ്റ്റായിട്ട് സംസാരിക്കാൻ അവൾക്ക് വയ്യ, എല്ലാം ഇങ്ങനെ ഒരു ദേഷ്യഭാവത്തിൽ അവൾ പറയത്തുള്ളന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അവൾ അമ്മയുടെ മോളാണ്, അല്ലാതെ വേറൊരു കുഴപ്പവും അവൾക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയാണ്, എൻ്റെ ഈ അസുഖം നന്നായെന്ന് തോന്നുന്നു വെച്ചാൽ കുറച്ച് ദിവസമോടൊക്കെ ഇങ്ങനെ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം അലീന അടുത്ത് ബാലചന്ദ്രൻ പറയുകയാണ്, നീ എന്നെ ചതിച്ച് കളയല്ലേ, നീ ഇത് നോക്കേ എന്നും പറഞ്ഞിട്ട് കാപ്പി കാണിക്കുകയാണ്. നിനക്ക് കാപ്പി മതിയായതുകൊണ്ട് എനിക്കും കാപ്പി. ഒരു നേരെ ചൊവ്വേ ഒരു ചായ കുടിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാവോ? മോൾക്ക് പനി വന്നതിന് ശേഷം ഞാനൊരു ചായ പോലും നേരെ ചൊവ്വേ കുടിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. പിന്നെ അവൾ ഇതിട്ടുകൊണ്ട് വന്നത് തന്നെ വലിയ കാര്യം. പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ അവൾ അടുക്കളയുടെ പരിസരത്ത് കയറാത്തവളാണ്. ഇപ്പം അവൾക്ക് വന്ന മാറ്റം കൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ്. അപ്പം അലീന ഇങ്ങനെ സന്തോഷത്തോടെ ആലോചിച്ചിട്ട് പറയാണ്, ശരിയാച്ച ബബിതയ്ക്ക് വന്ന മാറ്റം അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവൾ ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അപ്പം ബാലചന്ദ്രനും പറയുന്നുണ്ട്, അതെ, അവൾ ഒരിക്കലും ഇത്രയെങ്കിലും മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം വീടും വൃത്തിയാക്കി അടുക്കളയിലെ കാര്യങ്ങളും ഒക്കെ ചെയ്ത് മോടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവൾ എല്ലാം ഒരു രീതിയിൽ കൊണ്ടുപോകുന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അലീന എന്നിട്ട് ചോദിക്കുകയാണ്, മാഡത്തിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്, മാഡത്തിൻ്റെ കാര്യം ആര് നോക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ബാലചന്ദ്രൻ പറയുകയാണ്, ആ, അവളുടെ കാര്യം അവൾ നോക്കും, അവളല്ലാതെ പിന്നെ ആര് നോക്കും, ആ മുറിക്ക് പുറത്തോട്ട് പോലും അവൾ അങ്ങനെ ഇറങ്ങാറില്ല, ആഹാരമൊക്കെ മുറിയിലല്ലേ കൊണ്ടു കൊടുക്കുന്നത്, പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവൾ അറിയാൻ വഴിയില്ല. ഇനി ബബിത എങ്ങാനും ആഹാരം കൊണ്ട് കൊടുത്തു കാണും, പിന്നെ ആര് ചെന്നാലും അവൾക്ക് ദേഷ്യമാണല്ലോ, ഞാൻ പിന്നെ അവൾക്ക് ആഹാരം കൊടുത്തോ എന്നുള്ള കാര്യമൊന്നും ഞാൻ ബബിതയുടെ അടുത്ത് ചോദിച്ചില്ല എന്ന് പറയുകയാണ്. അച്ഛൻ എന്താ ചോദിക്കാഞ്ഞേ, മറ്റേത് ഞാനായിരുന്നു കൊണ്ടുചെല്ലുന്നത്, എന്നെ കാണുന്ന ദേഷ്യമാണ്, പിന്നെ ഇപ്പം ബബിത കൊണ്ട് ചെല്ലുന്നുണ്ട് കഴിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ അലീന പറയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, ഈ വീട്ടിൽ ഒരു തരത്തിലും ഒരുങ്ങാത്ത ഒരാൾ അവൾ മാത്രമാണ്, പിന്നെ അവൾക്ക് അവളുടെ വാശിയിൽ തന്നെ പിടിച്ച് നിൽക്കണം, ആ വാശിയും കൊണ്ട് അവൾ അവിടെ ഇരിക്കട്ടെ, നമ്മൾ അങ്ങോട്ട് ചെന്ന് കൂടുതൽ മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് വിഷമമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അച്ഛാ അങ്ങനൊന്നും വിചാരിക്കാതെ, അച്ഛാ അങ്ങനൊന്നും വിചാരിക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ സമാധാനപ്പെടുത്തുന്നുണ്ട് അലീന.